തങ്കയങ്കി രഥയാത്ര അവിടെ പുരോഗമിക്കുമ്പോൾ നമുക്ക് സന്നിധാനത്തെ കാഴ്ചകളിലേക്ക് എത്താം. ഭക്തജന തിരക്ക് ഇന്നും തുടരുകയാണ്. കാരണം മണ്ഡലപൂജ അടുത്തു കഴിഞ്ഞു, തങ്കയങ്കി ദീപാരാധന അടുത്തു കഴിഞ്ഞു. നിരവധി ഭക്തർ അവിടേക്ക് എത്തുന്നുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ ഇനിയും വർദ്ധിക്കും, അല്ലെങ്കിൽ തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നതും. അഖിൽ പാലോട്ടുപടം ചേരുകയാണ് വിവരങ്ങളുമായി. അഖിൽ, സ്വാമി ശരണം. എന്താണ് അവിടെ നിന്നും രാവിലെ നൽകാൻ കഴിയുന്ന വിവരണം, കാഴ്ചകൾ? സ്വാമി ശരണം. ശബരിമല സന്നിധാനവും തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലക്ഷത്തിലേക്ക് അയ്യപ്പ ഭക്തരുടെ എണ്ണം എത്തിയെങ്കിൽ ഇപ്പോൾ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 85,000-ൽ പരം അയ്യപ്പ ഭക്തർ മാത്രമാണ് ശബരിമല ദർശനത്തിലേക്ക് എത്തിയത്. ഇന്ന് ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ കാണിച്ചിരുന്നതാണ്. വലിയ ഒരു തിരക്ക് എന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്ക് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു സാവധാനം മൃദുവായ രീതിയിൽ തന്നെയാണ് അയ്യപ്പ ഭക്തരൊക്കെ തന്നെ 18ാം പടി കയറി അവർ ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ദിവസം മുമ്പ് ലക്ഷത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള ഒരു അയ്യപ്പ ഭക്തരുടെ എണ്ണം വർധനവ് ഉണ്ടായിരുന്നു. എന്നാൽ ക്രമാതീതമായി അങ്ങോട്ട് ഒരു തിരക്ക് ഇപ്പോൾ ഉണ്ടാകുന്നില്ല. പക്ഷെ ചിലപ്പോൾ നാളെ കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു തിരക്കിലേക്ക് കടക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം നാളെ കഴിഞ്ഞ് 25-ാം തീയതിയാണ് തങ്കയങ്കി ഘോഷയാത്ര പമ്പയിലെത്തുക. പമ്പയിൽ നിന്നും വൈകുന്നേരം 3 മണിയോടുകൂടി യാത്ര തിരിച്ചാണ്. അതെ, അഖിൽ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആ രീതിയിലാണ്. അഖിൽ, എന്തായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ കൂടി തേടേണ്ടതുണ്ടല്ലോ. ദേവസ്വം ബോർഡ് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. കാരണം ഇന്ന് ഞായറാഴ്ച അവധി ദിവസമാണ്, അതുമാത്രമല്ല വിശേഷ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നതും. അതുകൊണ്ട് വലിയ തിരക്ക് തന്നെയല്ലേ അഖിൽ അവിടെ? ഒരു തിരക്ക് നിയന്ത്രണാതീതം തന്നെയാണ്. കാരണം 80,000 പേർക്കാണ് ശബരിമല ദർശനത്തിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നത്. ഇടയ്ക്കു മാത്രമാണ് അത് 90,000-ലേക്കും 95,000-ലേക്കും ഒക്കെ ഉള്ള എണ്ണത്തിലേക്ക് പോകിയിരുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിലേക്കുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ അതിൻ്റെ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് ക്രമാതീതമായ ഒരു അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടാകുന്നുണ്ട്. കാരണം സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭഗവാന് ഉഷപൂജ നടക്കുകയാണ്. ഉഷപൂജയുടെ ദീപാരാധന നടക്കുകയാണ്. അതിൻ്റെ ശരണമന്ത്രങ്ങളാണ് നമുക്ക് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. കാരണം ഭഗവാന്റെ രാവിലത്തെ ഉഷപൂജ, അതായത് 3 മണിക്ക് നട തുറന്നതിനു ശേഷം 3:30 കൂടിയാണ് 3:30 കൂടിയാണ് ഈ നെയ്യഭിഷേകം ആരംഭിച്ചത്. അതിനുശേഷം 7:15 തുടങ്ങിയ ഉഷപൂജയാണ് ഇപ്പോൾ അത് പര്യവസാനിച്ചിരിക്കുന്നത്. ദീപാരാധനയോടുകൂടി അത് അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തി നിർഭരമായി ഭക്തിസാന്ദ്രമായി ഓരോ ദിവസവും കടന്നു പോവുകയാണ്. ഇനി തങ്കയങ്കി ഘോഷയാത്ര തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയിലേക്കാണ് കടക്കുന്നത്. 26-ാം തീയതി ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുന്നത്. 25-നെത്തുന്ന തങ്കയങ്കി ചാർത്തി 25-ന് വൈകുന്നേരം സന്ധ്യാദീപാരാധനയും ഉണ്ടാകും. എന്തായാലും ശബരിമല സന്നിധാനത്ത് അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി ഒരു ഭക്തജന തിരക്കോടുകൂടിയ ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രോഹിണി. അതെ, തീർച്ചയായും സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ തിരക്ക് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. നമുക്കിനി മറ്റു വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതാണ് MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനുകളും പറയുന്നത്. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ആന്തരിക അവയവങ്ങൾക്ക് തകരാറും ഉണ്ട്. വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മരുന്നുകളോട് ചെറിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും ഗുരുതരാവസ്ഥ പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനും പറയുന്നത്. മറ്റു വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് MT വാസുദേവൻ നായരുടെ ആരോഗ്യനില തുടരുന്നത് എന്നതാണ്. അതായത് നേരിയ രീതിയിൽ മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ട്. ഈ നാഡീമിടിപ്പും അതേപോലെ തന്നെ പൾസും ഒക്കെ തന്നെ നോർമലാണ്, BP നോർമലാണ് എന്നൊരു ആശ്വാസകരമായ വാർത്ത മാത്രമാണ് ഇപ്പോൾ നമുക്ക് പുറത്ത് പറയാനുള്ളത്.
മാത്രമല്ല ഈ ആന്തരിക അവയവങ്ങൾക്ക് തന്നെ പ്രശ്നമുണ്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ങ്ങൾക്കൊക്കെ തന്നെ പ്രശ്നമുണ്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും തന്നെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും ഒരു ശുഭസൂചന എന്ന് പറയുന്നത് ഇത്തരത്തിൽ മരുന്നുകളോട് നേരിയ രീതിയിൽ ശരീരം പ്രതികരിക്കുന്നുണ്ട് എന്ന വാർത്ത മാത്രമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മരുന്നുകളോട് പ്രതികരിക്കാത്ത അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു അതീവ ഗുരുതരാവസ്ഥയില്ല, ഇത്ര ചെറിയ രീതിയിൽ തന്നെ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന ഏറ്റവും ആ ഒരു ആശ്വാസകരമായ വാർത്ത മാത്രമാണ് നമുക്ക് നൽകാനുള്ളത്. എന്തായാലും ഒരു മെഡിക്കൽ സംഘം വിശദമായ ആരോഗ്യനില സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഏകദേശം ഒരു 10 മണിയോടുകൂടി തന്നെ വിശദമായ ഈ MTയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പ് ഈ ആരോഗ്യ സംഘം ഇറക്കും. അത് കൂടെ ലഭിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ഒരു സാഹചര്യം ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് ഈ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് MT വാസുദേവൻ നായരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് തുടർന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിരുന്നു. ഹൃദയസ്തംഭനം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ആ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ലെങ്കിലും ചെറിയ രീതിയിൽ ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. മാത്രമല്ല ഇന്നലെയൊക്കെ തന്നെ MTയുമായി അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഈ സമയം അവർ MTയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. കണ്ണു തുറന്ന് അവരോട് സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും തന്നെ MTയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബന്ധുക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. അത് ഡോക്ടർമാർ പറയുന്നത് ഇത് ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയാണ് എന്നതാണ്. അതെ അനഘ, അതോടൊപ്പം അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോഴായിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? 10 മണിയോട് കൂടിയായിരിക്കും അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുക. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ശരി അനഘ. MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അനഘ നൽകുന്ന വിവരം. മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ ഗുരുതരാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ നടക്കുന്ന അന്വേഷണത്തിൽ 100% പ്രതീക്ഷയെന്ന ഭാര്യ മേരിക്കുട്ടി. VR സജി അടക്കം 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതിൽ സാബുവിന്റെ ഫോൺ പോലീസിന് കൈമാറും. VR സജി ഭീഷണിപ്പെടുത്തിയതടക്കം പോലീസിന് മൊഴി നൽകിയതായും മേരിക്കുട്ടി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, ഇന്നലെ ജനം ഡിബേറ്റിലടക്കം ഭാര്യ മേരിക്കുട്ടിയുടെ പ്രതികരണം വന്നതാണ്. വലിയ പ്രതീക്ഷയിലാണ് അവർ. നീതി ലഭിക്കണം എന്നത് ന്യായമായ ആവശ്യവും. VR സജി അടക്കം 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതേ ആവശ്യം ഉന്നയിച്ച കഴിഞ്ഞ ദിവസം BJPയുടെ നേതൃത്വത്തിലും പോലീസ് സ്റ്റേഷൻ ഉപരോധമൊക്കെ ഉണ്ടായിരുന്നു. സുബിൻ, കൂടുതൽ വിവരങ്ങൾ കൂടി. അന്വേഷണത്തിൽ 100% പ്രതീക്ഷയെന്നാണ് രാവിലെ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണ സംഘം നിലവിൽ അന്വേഷണം നടത്തട്ടെ. അന്വേഷണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വീഴ്ചകൾ കണ്ടെത്തി അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടെന്ന് തോന്നിയാൽ മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന കാര്യത്തിലേക്ക്, അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അവർ പ്രധാനമായും പറഞ്ഞത്. പ്രധാനമായും അവർ മുമ്പോട്ട് വെച്ചൊരു ആവശ്യം VR സജി ഉൾപ്പെടെ ഈ ബാങ്ക് ജീവനക്കാരായ 3 പേരെയും ഉൾപ്പെടുത്തി മൊത്തം 4 പേർക്കെതിരെ, VR സജി ഉൾപ്പെടെ 4 പേർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് വിശദമായി തന്നെ പറഞ്ഞു. ഇന്നലെ മൊഴിയെടുക്കാനെത്തിയപ്പോൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോൺ ഇന്ന്, അതായത് ഫോണിലാണ് ഈ കോൾ റെക്കോർഡ് ഉൾപ്പെടെയുള്ളത് ഈ സാബുവിന്റെ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ഈ സാബുവിന്റെ ഫോൺ ഇന്ന് പോലീസിൽ ഹാജരാക്കാൻ ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 9 മണിയോടുകൂടി ഈ ഒരു ഫോൺ ഈ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഇന്ന് മേരിക്കുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പൈസ തിരികെ
തരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമായും ബാങ്ക് നടത്തുന്നത് എന്നും അവർ ആരോപിക്കുന്നു. അവർക്ക് അവിടെ നിക്ഷേപിച്ച തുക പൂർണ്ണമായും തിരികെ വേണം, അതിനപ്പുറം തന്റെ ഭർത്താവിന് നീതി വേണം എന്നൊരാവശ്യവും അവർ മുമ്പോട്ട് വയ്ക്കുന്നു. നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടാൻ അവർ തയ്യാറാണ്, പോരാടുക തന്നെ ചെയ്യുമെന്നും അവർ വ്യക്തമായി തന്നെ പറയുന്നു. അതേസമയം ഇന്ന് നമ്മൾ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എം ജെ വർഗീസുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. ഈ എം ജെ വർഗീസ് പറയുന്നത് പ്രകാരം ഈ സാബുവിനോട് ജീവനക്കാർ മോശമായി പെരുമാറാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു ജീവനക്കാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടപടി സ്വീകരിക്കും. തിങ്കളാഴ്ച ഒരു ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമാവും ഈ ഒരു ബാങ്കിൻ്റെതായിട്ടുള്ള അന്വേഷണം നടക്കുക. ആ അന്വേഷണത്തിന് ശേഷമാവും ഈ ഏതുതരം നടപടി അല്ലെങ്കിൽ ഇവർക്ക് വീഴ്ച ഉണ്ടായിട്ടോ നടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തി വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടികളിലേക്ക് കടക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ജീവനക്കാർ ഏതെങ്കിലും തരത്തിൽ സാബുവിനോട് മോശമായി പെരുമാറുമെന്നോ സാബു തിരിച്ചു മോശമായി പെരുമാറുമെന്നോ കരുതുന്നില്ലെന്നും വർഗീസ് പറയുന്നുണ്ട്. കൂടാതെ ബാങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 20 കോടിയോളം രൂപ തിരികെ പിരിഞ്ഞു കിട്ടാനുണ്ട്. ഇതിനിടയിൽ നിരവധി നിക്ഷേപകർ ഈ പണം ആവശ്യപ്പെട്ടെത്തുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ ഈ ഒരു ബാങ്കിന്റെ നിലവിലെ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അതായത് വലിയ തുകകൾ ഈ ബാങ്കിൽ നിക്ഷേപിച്ച് നിൽക്കുന്നവർ ഒറ്റയടിക്ക് ഈ പണം പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതാണ് ഈ നിലവിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി ബാങ്ക് നേരിടുന്നത് എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ബാങ്ക് ജീവനക്കാരെ പിന്താങ്ങി അല്ലെങ്കിൽ ബാങ്ക് ജീവനക്കാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ എം ജെ വർഗീസിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം മേരിക്കുട്ടി പറയുന്നത് പ്രകാരം ബാങ്ക് ജീവനക്കാർ അത്ര നല്ല പെരുമാറ്റമല്ല പലപ്പോഴായി 1.5 വർഷമായി അവർ അനുഭവിക്കുന്നതാണ്. നല്ല പെരുമാറ്റമല്ല ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് ഇന്ന് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇന്ന് കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. പോലീസ് ഈ 9 മണിയോടുകൂടി ഈ മൊബൈൽ ഫോൺ ലഭിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലെ കോൾ ഹിസ്റ്ററി കോൾ ഡീറ്റെയിൽ അടക്കം എടുത്ത് വിശദമായ പരിശോധനകളെല്ലാം തന്നെ നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ ഈ കൂടുതൽ പ്രത്യേക സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ മൊഴികൾ ഇന്ന് രേഖപ്പെടുത്തും. അതായത് ഈ ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് നിലവിലെ പോലീസിന്റെ നീക്കം. നിലവിൽ ഇതുവരെ ഈ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ കാലതാമസം പോലീസ് വരുത്തി എന്ന് തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിലൂടെ അറിയിച്ചത്. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി എത്താം. അതെ, ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ബംഗ്ലാദേശിനെതിരെ നിലപാട് കടുപ്പിച്ച് ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണം എന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവ് മഹ്ഫൂജ് ആലം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചതിന് പിന്നാലെയാണ് ഭാരതം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്താണ് ആ ഫേസ്ബുക്കിലെ പരാമർശം? കൂടുതൽ വിവരങ്ങൾ, ഏതു രീതിയിലാണ് ഭാരതം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്? ആലം എന്നുള്ളത് ഇടക്കാല സർക്കാരിലെ മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ ഉപദേഷ്ടാവാണ്. വിദ്യാർത്ഥി ഉപദേഷ്ടാവ് എന്നുള്ള തസ്തികയിലാണ് അദ്ദേഹം ഇപ്പോൾ നോക്കുന്നത്. പ്രധാനമായും ഈ ജൂലൈ മാസത്തിലുണ്ടായ അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുണ്ടായ ബംഗ്ലാദേശിലുണ്ടായ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ സൂത്രധാരൻ ഈ ആലമാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും ആലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഭാരതം ഈ ബംഗ്ലാദേശിൻ്റെ പൂർണ്ണമായ വിമോചനം അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള സംരക്ഷണം അത് ഉറപ്പാക്കണമെങ്കിൽ ഭാരതത്തിൻ്റെ ചില പ്രവിശ്യകൾ കൂടി ബംഗ്ലാദേശുമായി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ആവശ്യം ഉന്നയിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ഭാരതത്തിൻ്റെ ശ്രദ്ധയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനെതിരെ ശക്തമായ നിലപാടാണ് ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചത്. വിദേശകാര്യ വക്താവ് സൂചിപ്പിച്ചത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഇത്തരം കമൻറ്റുകൾ പറയുന്നതിന് മുമ്പ് കൃത്യമായ ആലോചനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരം കമൻറ്റുകൾ പുറപ്പെടുവിക്കാവൂ എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ഭാരതം ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്നത്. ഈ ആലം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ സൂത്രധാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഈ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ വളരെ കീ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം യൂനിസ് സർക്കാർ അല്ലെങ്കിൽ യൂനിസ് അമേരിക്ക സന്ദർശിച്ചപ്പോഴാണേലും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തോടൊപ്പം യൂനിസിനോടൊപ്പം
ഈ ആലമും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും ആലത്തിൻ്റെ ഈ വാക്കുകൾ അത് ഭാരതം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതിന് കൃത്യമായ താക്കീതും ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബംഗ്ലാദേശിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഹൈന്ദവ വേട്ട ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു പുരോഹിതനെ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. തരുൺ ചന്ദ്രദാസ് എന്നുള്ള ഒരു ഹിന്ദു പുരോഹിതനെയാണ് ബംഗ്ലാദേശിലെ നാറ്റോറിലെ കാശിംപൂർ എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു ശ്മശാനത്തിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ കൈയും കാലും ബന്ധിച്ച നിലയിലായിരുന്നു. തുടർന്ന് അവിടെ ഈ ശ്മശാനത്തിൽ മറ്റ് ശവസംസ്കാര ചടങ്ങുകൾക്കെത്തിയ ആൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. മാത്രമല്ല അവിടുത്തെ ക്ഷേത്രം ഏതാണ്ട് 3ഓളം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇസ്കോണിൻ്റെ ബംഗ്ലാദേശിലെ വക്താവാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് അവിടെ ഇപ്പോഴും ഹൈന്ദവ വേട്ട നിർദാക്ഷിണ്യം തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതേസമയം ബംഗ്ലാദേശിൻ്റെ സാമ്പത്തികമായി പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയാണ്. 2022-23 കാലഘട്ടം പരിശോധിക്കുമ്പോൾ $19 മില്യൺ വ്യാപാരമായിരുന്നു ഭാരതവുമായി ബംഗ്ലാദേശ് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം പരിശോധിച്ചാൽ അത് $2 മില്യൺ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഭാരതത്തെ 96% ഭാരതത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 4367 കിലോമീറ്റർ വരുന്ന ബോർഡർ, അത് ഏറ്റവും കൂടുതൽ ബോർഡർ പങ്കെടുത്തത് ബംഗ്ലാദേശ് ഭാരതവുമായാണ്. മാത്രമല്ല വ്യാപാരത്തിൻ്റെ 96% ബംഗ്ലാദേശ് പങ്കിടുന്നത് ഭാരതവുമായാണ്. പഞ്ചസാര, അതേപോലെ തന്നെ കോട്ടൺ, ഇലക്ട്രോണിക് ഐറ്റം, സ്റ്റീൽ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഭാരതത്തിനെയാണ് ബംഗ്ലാദേശ് ആശ്രയിക്കുന്നത്. എന്നാൽ അവിടേക്കിപ്പോൾ ഉള്ള കയറ്റുമതി പൂർണ്ണമായും ഭാരതം വെട്ടിച്ചുരുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രോഹിത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു. കണ്ടു തൊഴുത് 100 കണക്കിന് ഭക്തർ. ശബരിമലയിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന 25-ന് വൈകിട്ട്, മണ്ഡലപൂജ 26-ന്. ബംഗ്ലാദേശിനെതിരെ നിലപാട് കടുപ്പിച്ച ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവ്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഭാരതം. അന്വേഷണത്തിൽ പ്രതീക്ഷയെന്ന് കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. BR സജി അടക്കം 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബ് ഒളിവിൽ. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. വയനാട് പുനരധിവാസത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം വൈകിട്ട്. സ്ഥലമേറ്റെടുക്കലിലും വീട് നിർമ്മാണത്തിലും തീരുമാനമെടുക്കും. സഹായ വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഉടൻ. മുനമ്പം പ്രതിഷേധം സമരപ്പന്തലിന് പുറത്തേക്ക്. ജനുവരി 5-ന് വൈപ്പിൻ മുതൽ മുനമ്പം വരെ വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളുടെ മനുഷ്യച്ചങ്ങല. രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മുനമ്പത്ത്. മാസപ്പടി കേസിലെ SFIO റിപ്പോർട്ടിൽ CMRL നൽകിയ സംഭാവനകളുടെ കണക്കുകളും വൻതുക കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങളും. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിലും തെളിവുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിൽ. അമീറുമായി ഇന്ന് നിർണായക കൂടിക്കാഴ്ച. സഹകരണ കരാറുകൾ ഒപ്പുവച്ചേക്കും.
കൂടുതൽ വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ആദ്യം KSEBയുടെ വൈദ്യുതി KSEBക്ക് തന്നെ വിറ്റ് കൊള്ള ലാഭം നേടുകയാണ് ഒരു സ്വകാര്യ കമ്പനി. മണിമലയാർ ജലവൈദ്യുതി പദ്ധതി ഏറ്റെടുത്ത കാർബറണ്ടം കമ്പനിയാണ് വൈദ്യുതി ഇപ്രകാരം വിൽക്കുന്നത്. ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതി ഉപയോഗിക്കാതെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി ബാക്കി വന്ന വൈദ്യുതി KSEBക്ക് തന്നെ വിറ്റാണ് കമ്പനിയുടെ ഈ അധിക ലാഭ കൊള്ള. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, വിശദാംശങ്ങളിലേക്ക് ആദ്യം. KSEBയുടെ വൈദ്യുതി KSEBക്ക് തന്നെ വിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പരാതി പോലെ ഉയർന്നിരിക്കുന്നത്. അതായത് വൈദ്യുതിക്ക് മണിമലയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണം നേരിടുന്നത്. അതായത് പുറത്തുനിന്നും വൈദ്യുതി എത്തിച്ചു കൊണ്ടുവന്ന് അത് കമ്പനിയുടെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം വീണ്ടും കൂടിയ തുകയ്ക്ക് KSEBക്ക് വിൽക്കുന്നു എന്നാണ് പരാതി. ഇത്തരത്തിൽ ആക്ഷേപം ഉയരുന്നത്. അതായത് സർക്കാരിനെ തന്നെ വഞ്ചിക്കുന്ന നിലയിലാണ് ഈ കമ്പനിയുടെ സമീപനമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കമ്പനി മണിമലയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിക്ക് കരാറിലേർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ കാർബോറണ്ടം എന്നാണ് ആ കമ്പനിയുടെ പേര്. ആ കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് KSEB തന്നെ ഈ കമ്പനിക്ക് ഇത്തരത്തിൽ ഇത്തരം നടപടികളിലേക്ക് കടക്കരുത് എന്ന നിർദ്ദേശം നൽകിയായിരുന്നു എന്ന് അറിയാനും കഴിയുന്നു. അതുകൂടി അവഗണിച്ചുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നത്. അതായത് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുന്നതിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് നിരക്ക് കുറവാണ്. അങ്ങനെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ആവശ്യത്തിന് ഈ പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കുകയും കമ്പനിയുടെ ഉപയോഗത്തിന് ശേഷം, അതായത് യൂണിറ്റിന് 2 രൂപ നിരക്കിൽ മേടിക്കുന്ന വൈദ്യുതി കമ്പനിയുടെ ഉപയോഗത്തിന് ശേഷം ബാക്കി വരുന്ന ആ വൈദ്യുതി 4 രൂപ, യൂണിറ്റിന് 4 രൂപ മുതൽ ഒരു 6 രൂപ നിരക്കിൽ KSEBക്ക് വിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ആക്ഷേപമായി ഉയർന്നിരിക്കുന്നത്. ഇതിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള നടപടി ശരിയല്ല എന്ന രീതിയിൽ പരാതിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളടക്കമുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് ആ മാനദണ്ഡങ്ങളടക്കം ലംഘിച്ചുകൊണ്ടാണ് കമ്പനി ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഈ പരാതിയിൽ ഉയരുന്നത്. അത് മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ ജലവൈദ്യുത പദ്ധതി അവിടെ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഈ ജലവൈദ്യുത പദ്ധതിയിൽ ഉപയോഗിക്കാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരികയും സർക്കാരിന് അത് വിറ്റുകൊണ്ട് സർക്കാരിനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് വിറ്റ് കൊള്ളലാഭം കൊയ്യുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൽ വളരെ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. പകൽ സമയത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ വൈദ്യുതി കമ്പനി വാങ്ങുന്നത്, കമ്പനിയുടെ ഉപയോഗം നടത്തുകയും ചെയ്യുന്നാൽ ജലവൈദ്യുത പദ്ധതിക്ക് അവിടെ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ അവിടുത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി എടുക്കാതെയാണ് ഇതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പരാതി ഉയരുകയും ചെയ്തു. ഈ KSEB തന്നെ നേരിട്ടത് മനസ്സിലാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നിട്ടും കമ്പനിക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇത്തരം സമീപനങ്ങളുമായി കമ്പനി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. KSEBയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, മാത്രമല്ല സർക്കാരിനെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊള്ളലാഭം കൊയ്യുന്ന ഒരു സമീപനമാണ് ഈ കാർബോറണ്ടം എന്ന് പറയുന്ന കമ്പനി നടത്തിയിരിക്കുന്നത്. ജലവൈദ്യുത പദ്ധതി അവിടെ ആ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നിരിക്കെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വേണം ഈ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ. എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട്, ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പുറത്തുനിന്നും വൈദ്യുതി എത്തിക്കുകയും അങ്ങനെ പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചിട്ട് ആ വൈദ്യുതി കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അതിനുശേഷം കൊള്ളലാഭം കൊയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ കമ്പനി അവിടെ ഈ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണെന്ന് വ്യാജേന തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും ഇത്തരത്തിൽ കൊള്ളലാഭം കൊയ്യുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 2 യൂണിറ്റിന് 4 മുതൽ 6 പൈസ വരെ വെച്ച് ആണ് ഇതിന് ഈ കമ്പനി ഈ വൈദ്യുതി സർക്കാരിന് വിൽക്കുകയും ചെയ്തത്. അനു, ശരി, എന്തായാലും വൈദ്യുതി പുറത്തു നിന്നും വാങ്ങി, അതായത് ഈ ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതി ഉപയോഗിക്കാമെന്നിരിക്കെ അത് ചെയ്യാതെ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങി അതിൽ ബാക്കി വന്ന, ഈ കമ്പനിക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉപയോഗിച്ച ശേഷം അതിൽ ബാക്കി വന്ന വൈദ്യുതി അമിത തുകയ്ക്ക് KSEBക്ക് വിൽക്കുന്നു എന്നതാണ്. എത്ര വലിയ അഴിമതി അല്ലെങ്കിൽ അധിക കൊള്ളവേട്ടയാണ് അവിടെ നടക്കുന്നത് എന്നതുകൂടിയാണ്. ഇതിനെതിരെ നിരവധി ആരോപണങ്ങൾ വൈദ്യുതി വകുപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം സർക്കാരും നേരിടുന്നു എന്നതുകൂടി ഓർക്കണം. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് നോക്കാം. വഖഫ് അധിനിവേശം.
കോഴിക്കോട് വടകരയിലെ ഹോട്ടൽ ഉടമ ശ്രീധരന് വഖഫ് നോട്ടീസ് വന്നതിന് പിന്നാലെ സഹോദരങ്ങൾക്കും വഖഫ് ബോർഡിന്റെ നോട്ടീസ് വന്നതിൽ ആശങ്കയുണ്ടെന്നും വഖഫ് ബോർഡ് കുടുംബത്തെ വേട്ടയാടുകയാണെന്നും ശ്രീധരൻ പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് വടകര സ്വദേശി ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള കൈലാസ് ഹോട്ടലിന് വഖഫ് നോട്ടീസ് ലഭിച്ചത്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കഴിഞ്ഞ മാസമാണ് ശ്രീധരന് വഖഫ് നോട്ടീസ് ലഭിക്കുന്നത്. ഇപ്പോൾ സഹോദരങ്ങൾക്കും വന്നിട്ടുണ്ട്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണിത്. വർഷങ്ങളായി നടത്തിവരുന്ന ഒരു ഹോട്ടൽ ബിസിനസ്സാണ്. ഇതെങ്ങനെ ഒഴിഞ്ഞു പോകണമെന്നുള്ള വലിയ ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ശ്രീധരനും സഹോദരങ്ങൾക്കും വഖഫ് നോട്ടീസ് വന്നതിൻ്റെ തുടർ നടപടി എന്നോണം എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക? വഖഫ് ബോർഡിനെ സമീപിക്കാൻ തന്നെയാണോ? കൂടുതൽ വിവരങ്ങൾ. അതായത് ഈ വടകര സ്വദേശിയായിട്ടുള്ള ശ്രീധരന്റെ കയ്യിൽ എല്ലാ രേഖകളുമുള്ള കൈലാസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് വഖഫ് നോട്ടീസ് ആദ്യം അയച്ചത്. ഈ നോട്ടീസ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ശ്രീധരൻ തന്റെ കയ്യിലുള്ള എല്ലാ രേഖകളുമായി വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. എന്നാൽ വഖഫ് ട്രൈബ്യൂണലിന് വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. ഈ ബാലകൃഷ്ണന് എല്ലാ രീതിയിലുള്ള നീതി അന്ന് നിഷേധിക്കപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം ബാലകൃഷ്ണന്റെ വാർത്ത നമ്മൾ ആദ്യം പുറം ലോകത്ത് എത്തിച്ചത്. അതിനുശേഷം സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ തന്നെ ബാലകൃഷ്ണന് എന്ന ആ വയോധികന് 70 വയസ്സുകാരന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. അത് ബാലകൃഷ്ണനെയും കുടുംബത്തെയും സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ തുടരെ വഖഫ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് താൻ 60-70 വർഷക്കാലം ജീവിച്ച അല്ലെങ്കിൽ തന്റെ ഒരു ആയുസ് കാലത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ ഒരു ഹോട്ടലാണ്, അത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് നിരന്തരം ഇപ്പോൾ ബാലകൃഷ്ണന് നോട്ടീസ് അയക്കുകയാണ്. ഓരോ തവണ നോട്ടീസ് വരുമ്പോഴും അത് ഏറെ ആശങ്കയോടെ, ഏത് ഭീതിയോടെയാണ് ബാലകൃഷ്ണനും കുടുംബവും നോക്കിക്കാണുന്നത്. അതിൽ ഏറ്റവും അതിശയകരമായ ഒരു കാര്യം, ബാലകൃഷ്ണന് മാത്രമല്ല ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ സഹോദരങ്ങൾക്ക് കൂടി ഇപ്പോൾ വഖഫ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബാലകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ സഹോദരങ്ങളായ 4 പേർക്ക് മാത്രമാണ് അവകാശമുള്ളത്. എന്നാൽ ഈ ഹോട്ടലിൽ യാതൊരുവിധ അവകാശവും ഇല്ലാത്ത, ഇപ്പോൾ സ്ഥലത്തില്ലാത്ത സഹോദരങ്ങൾക്ക് പോലും വഖഫ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നുകൂടി ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. കാരണം ആ ഹോട്ടലിനാണ് വഖഫ് ആദ്യം അവകാശം ഉന്നയിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചത്. എന്നാൽ ഇപ്പോൾ ആ ഹോട്ടലുമായി രേഖകൾ പ്രകാരം ഒരു ബന്ധവുമില്ലാത്ത തങ്ങളുടെ സഹോദരങ്ങൾക്ക് പോലും ഈ വഖഫ് നോട്ടീസ് അയക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാക്കണം. അതുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ബാലകൃഷ്ണൻ കടന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും മുൻപ് വഖഫ് ബോർഡിനെ ഒരു സംശയം അതിൽ വ്യക്തത വരുത്താനാണ്. ഈ പന്തീരങ്കാവ് സ്വദേശിയായ ബാലകൃഷ്ണന്റെ ഭൂമിക്ക് അവകാശം ഉന്നയിച്ച് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ച വാർത്ത നമ്മളും കൊടുത്തതാണ്. ഈ ഹോട്ടൽ ഉടമ ശ്രീധരനാണോ ബാലകൃഷ്ണനാണോ? ക്ഷമിക്കണം, ഹോട്ടൽ ഉടമ ശ്രീധരനാണ്. ശ്രീധരന്റെ ഭൂമിക്കാണ് ഇപ്പോൾ വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള, ശ്രീധരനും സഹോദരങ്ങളുമായിട്ടുള്ള 4 പേരുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലാണ്. എന്നാൽ ആ ഹോട്ടലിൽ മറ്റ് അവകാശമില്ലാത്ത സഹോദരങ്ങൾക്കാണ് ഇപ്പോൾ വഖഫ് അവകാശവാദം ഉന്നയിച്ചു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ തന്നെയാണ് ഈ ശ്രീധരന്റെ നീക്കം. ശ്രീധരനും മറ്റു സഹോദരങ്ങളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്കൊക്കെ തന്നെ കടക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാലും ഇത് ശ്രീധരനെയും കുടുംബത്തെയും സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ നിരന്തരം വഖഫിന്റെ ഭാഗത്ത് നിന്ന് നോട്ടീസ് വരിക, അതിന് നിയമപരമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തൊരവസ്ഥ, വഖഫ് ട്രൈബ്യൂണലിനെ മാത്രം ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെ എല്ലാ രീതിയിലും വലിയ ആശങ്കയിലൂടെയാണ് ശ്രീധരനും കുടുംബവും കടന്ന് പോകുന്നത്. എന്തായാലും ഈ ഹിന്ദു ഐക്യവേദിയും BJP അടക്കമുള്ള സംഘടനകളൊക്കെ തന്നെ ശ്രീധരന് ഒപ്പമുണ്ട്, കൃത്യമായ പിന്തുണ നൽകുന്നുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും ആ അധ്വാനിച്ചുണ്ടാക്കിയ 60-70 വർഷക്കാലം കൈവശം വെച്ചിരിക്കുന്ന എല്ലാ രേഖകളുമുള്ള ശ്രീധരന്റെ ആ കൈലാസ് ഹോട്ടലിൽ നിന്ന് ഒരു കാരണവശാലും ശ്രീധരന് ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് ശ്രീധരനും കുടുംബവും ഇപ്പോഴും ഉള്ളത്. ശരി. കോഴിക്കോട് വടകരയിലെ ഹോട്ടൽ ഉടമ ശ്രീധരന് വഖഫ് നോട്ടീസ് വന്നതിന് പിന്നാലെ സഹോദരങ്ങൾക്കും വഖഫ് ബോർഡിന്റെ നോട്ടീസ് വന്നതിൽ ആശങ്കയുണ്ടെന്നും വഖഫ് ബോർഡ് കുടുംബത്തെ വേട്ടയാടുകയാണെന്നും ശ്രീധരൻ പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് വടകര സ്വദേശി ശ്രീധരന്റെ ഉടമസ്ഥതയിലുള്ള കൈലാസ് ഹോട്ടലിന് വഖഫ് നോട്ടീസ് ലഭിച്ചത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.
ഇനി മുൻപത്തെ കാഴ്ചകളിലേക്കാണ്. കാരണം അവിടെ വഖഫ് അധിനിവേശത്തിനെതിരായ റിലേ സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള രൂപതയുടെ പ്രതിഷേധം സമരപ്പന്തലിന് പുറത്തേക്ക് കൂടി നീങ്ങുകയാണ്. ജനുവരി 5-ന് വൈപ്പിൻ മുതൽ മുനമ്പം വരെ മനുഷ്യച്ചങ്ങല തീർക്കാനാണ് വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളുടെ തീരുമാനം. അതേസമയം ഇന്ന് രാവിലെ സമരത്തിന് ഐക്യദാർഢ്യവുമായി BJP ദേശീയ നേതാവ് രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്ത് എത്തുന്നുമുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിജീഷ്, മുൻ കേന്ദ്രമന്ത്രി എപ്പോഴാണ് എത്തുക മുനമ്പത്തേക്ക്? ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് മുൻ കേന്ദ്രമന്ത്രി BJP ദേശീയ നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ മുനമ്പം സമരപ്പന്തലിലേക്ക് എത്തുന്നത്. അതായത് സമരത്തെ ഇടത് വലത് മുന്നണികൾ തിരിഞ്ഞു നോക്കുന്നില്ല. ആ സമരത്തിനോട് ഐക്യപ്പെടാനോ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലത്തിൽ BJP ഈ ഒരു സമരത്തിന് പിന്തുണയുമായി തുടക്കം മുതൽ തന്നെ രംഗത്തുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ സമരം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ്. ആ പ്രക്ഷോഭങ്ങൾ അവിടെയുള്ള സമരപ്പന്തലിനും അപ്പുറത്തേക്ക് പുറത്തേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. കാരണം രൂപതകൾ ഇതുവരെ, അത് വരാപ്പുഴ അതിരൂപതയാണെങ്കിലും അടക്കം കോട്ടപ്പുറം രൂപതയാണെങ്കിലും എല്ലാം തന്നെ അവിടെയായിരുന്നു ആ ഒരു സമരപ്പന്തൽ കേന്ദ്രീകരിച്ചുള്ള സമരത്തിനായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ രൂപതകളുടെ, ക്രൈസ്തവ സഭാ രൂപതകളുടെ സമരം പുറത്തേക്ക് ഈ മുനമ്പം പ്രദേശത്ത് നിന്ന് വൈപ്പിൻ മുതൽ മുനമ്പം വരെ മനുഷ്യച്ചങ്ങല 5-ാം തീയതി ജനുവരി 5-ന് തീർത്തുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങുന്നു. അങ്ങനെ ഒരു ശക്തമായ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളിലേക്ക് തന്നെയാണ് അവിടെ മുനമ്പം ജനത കടക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ഈ പ്രദേശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തുന്നു. ദേശീയ നേതാക്കളടക്കം ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി എത്തുന്നു. ഒപ്പം തന്നെയാണ് സഭയുടെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന മേലധ്യക്ഷന്മാർ തന്നെ ഈ ഒരു സമരപ്പന്തലിലെത്തി ഇനിയുള്ള സമര ദിവസങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നൊരു രീതിയിലേക്ക് കൂടി പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളായി ആ ഒരു മേഖലയിൽ സമരമിരിക്കുന്നു. അവിടെ പള്ളിയുടെ കോമ്പൗണ്ടിൽ സമരമിരിക്കുമ്പോൾ അതിന് പിന്തുണ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ന്യായമായ ആവശ്യം യാതൊരു തരത്തിലും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നില്ല. ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 മാസമാണ് അതിന് കാലാവധിയായി നൽകിയിരിക്കുന്നത്. എങ്കിൽ കൂടി അതിൻ്റെ നടപടികൾ വൈകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. നിരവധി ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണങ്ങൾ തേടിക്കൊണ്ടും അവരുടെ ഭാഗം ചോദിച്ചുകൊണ്ടും എല്ലാം നൽകിയിരിക്കുന്ന കത്തുകൾക്കൊന്നും തന്നെ ഇതുവരെ കൃത്യമായ മറുപടികൾ, അത് വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അനുബന്ധമായിട്ടുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒന്നും തന്നെ, വഖഫ് സംരക്ഷണ വേദി അടക്കമുള്ള അനുബന്ധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മറുപടികളെല്ലാം തന്നെ പരിശോധിച്ച് അതിൻ്റെ മേൽ തുടർ നടപടികൾ ജുഡീഷ്യൽ കമ്മീഷൻ സ്വീകരിക്കേണ്ടതുണ്ട്. ആ പ്രദേശം സന്ദർശിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. നേരത്തെ നൽകിയിരിക്കുന്ന ഭൂമിയുടെ ആധാരമടക്കമുള്ള കാര്യങ്ങളുടെ പരിശോധനകളാണ് ഈ ഒരു ഘട്ടത്തിൽ പൂർത്തിയാകുന്നത്. അതിൻ്റെ നടപടികളും ഏറെ വൈകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ 3 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുക സാധ്യമല്ല. ഒപ്പം തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വൈകുകയും അതേ ഘട്ടത്തിൽ ഈ സമരത്തിന് അവിടെ സമരമിരിക്കുന്ന ആളുകളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം സമരം കൂടുതൽ ശക്തമായ രീതിയിലേക്കും അത് മറ്റ് പ്രക്ഷോഭങ്ങളിലേക്ക്, ആ സമരപ്പന്തലിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് നീങ്ങുന്ന ഒരു പ്രക്ഷോഭത്തിലേക്കും തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കടക്കുന്നത്. ശരി ജിജീഷ്, എന്തായാലും മുനമ്പത്തെ സമരപ്പന്തലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധിക്കും. ഇന്ന് കേന്ദ്ര ദേശീയ നേതാവ്, BJPയുടെ ദേശീയ നേതാവ് രാജീവ് ചന്ദ്രശേഖർ സമരപ്പന്തൽ സന്ദർശിക്കുന്നുമുണ്ട്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ജിജീഷിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരേണ്ടിയിരിക്കുന്നു. മാസപ്പടി കേസിലെ SFIO റിപ്പോർട്ടിൽ CMRLന്റെ സംഭാവന കണക്കുകളും വൻ തുകകൾ സംഭാവനയായി കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ, ഗ്രൂപ്പുകൾ, ഇവരുടെ പശ്ചാത്തലം എന്നിവ SFIO ശേഖരിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടെന്നാണ് സൂചന. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്ന CMRL
അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയോ എന്ന സംശയമുണ്ടെന്ന് അന്വേഷണ സംഘം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, നമുക്കറിയാം SFIO അന്വേഷണം നീളുമ്പോൾ CMRLന് ചില കണക്കുകൾ ഉണ്ടായിരുന്നു. പ്രമുഖ വ്യക്തികൾ എന്നതിലുപരി വലിയ സംഭാവനകൾ കൈപ്പറ്റിയ മറ്റ് വ്യക്തികളും സ്ഥാപനങ്ങളും ഉണ്ട്. ഈ തുക എങ്ങനെ ചിലവഴിച്ചു, ഈ സംഭാവന എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നൊക്കെ ഉള്ളതും ഇപ്പോൾ SFIOയുടെ നിരീക്ഷണത്തിൽ തന്നെയാണോ വിവരങ്ങൾ? രോഹിണി, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം അന്വേഷണത്തിലേക്ക് കടന്നത് ആദായ നികുതി വകുപ്പായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിന്റെ ചുവട് പിടിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROCയുടെ അന്വേഷണം നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് SFIയുടെ അന്വേഷണം തുടങ്ങുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ കൂടി SFIയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളൂ. കാരണം സാധാരണ നിലയിൽ ഈ കോർപ്പറേറ്റുകാരെ അഴിമതികൾ കൈകാര്യം ചെയ്യുന്നതിലും അത്തരം അഴിമതികളുടെ ആഴത്തിലുള്ള തട്ടിപ്പുകൾ പോലും കണ്ടെത്തുന്നതിനും മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ഏത് അതിസൂക്ഷ്മമായ ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവരാനും എല്ലാം തന്നെ കഴിയുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നത്. അവരുടെ വിശദമായ അന്വേഷണത്തിലാണ് ഈ സംഭാവന ഇനത്തിൽ വലിയ തുകകൾ കൈമാറിയിട്ടുണ്ട്. ആ സംഭാവന വാങ്ങിയതിൽ CMRL നിന്ന് ലക്ഷങ്ങൾ മുതൽ ആയിരങ്ങളും പതിനായിരങ്ങളും മുതൽ ലക്ഷക്കണക്കിന് രൂപകൾ വരെ വാങ്ങിയ നിരവധി രാഷ്ട്രീയ സംഘടനകളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, അനുബന്ധ സംഘടനകളുണ്ട്, വിവിധ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു പ്രധാനമായും SFIക്ക് ചില ദുരൂഹതകൾ വന്നത്. അതായത് ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് പണം കൈമാറിയിട്ടുണ്ട് CMRL എന്ന് തങ്ങൾ സംശയിക്കുന്നു. അതിലേക്ക് കൂടി വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭാവന ഇനത്തിൽ നൽകിയിരിക്കുന്ന പണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് അവർ ആഴത്തിലുള്ള ഒരു പരിശോധനകൾ തന്നെ നടത്തിയിരുന്നു. അങ്ങനെയാണ് ദുരൂഹമായ ചില സംഘടനകൾക്ക് കൂടി പണം നൽകി എന്ന സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതും അത് കേന്ദ്രീകരിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഈ സംഭാവന ഇനത്തിലുള്ള കണക്കുകൾ ഉള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ തുകകൾ തന്നെയാണ് CMRL ഇത്തരത്തിൽ സംഭാവന ഇനത്തിൽ നൽകിയിട്ടുള്ളത്. ചെറിയ തുകകൾ നൽകുന്ന ഒരു സ്ഥാപനമല്ല, മറിച്ച് രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കുമ്പോഴെല്ലാം വലിയ തുകകൾ സംഭാവനയായി കാലങ്ങളായി നൽകിപ്പോരുന്ന ഒരു കമ്പനിയാണ് CMRL. അത് കരിമണൽ ധാതു ഖനന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കൃത്യമായി അതിനെതിരായ പ്രതിഷേധങ്ങളെ ഒതുക്കുന്നതിന് വേണ്ടി ഒപ്പം തന്നെ അതിനെതിരായ രാഷ്ട്രീയ നേതാക്കളെ നീക്കങ്ങൾ ചെറുക്കുന്നതിനും അവരെ തങ്ങൾക്ക് ഒപ്പം നിർത്തുന്നതിനും എല്ലാം തന്നെയാണ് ഇത്തരത്തിൽ പണം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഏതെല്ലാം നേതാക്കളാണ് പണം വാങ്ങിയിരിക്കുന്നത്, ഏതെല്ലാം സംഘടനകളാണ് പണം വാങ്ങിയിരിക്കുന്നത്, മറ്റ് അനുബന്ധ സംഘടനകൾ ഏതാണ്, വിവിധ ഗ്രൂപ്പുകൾ, അതായത് ഈ രാഷ്ട്രീയ സംഘടനകൾക്കപ്പുറം വിവിധ ഗ്രൂപ്പുകൾ തന്നെ അവിടെ പണം നൽകിയിട്ടുണ്ട്. അങ്ങനെയെല്ലാമാണ് ഈ 135 കോടി രൂപയുടെ ഇടപാടുകൾ കണക്കിൽ കാണിക്കാത്ത ആദായ നികുതി വകുപ്പുകൾ ആദായ നികുതിയുടെ കണക്കുകളിലൊന്നും ഒരു ഘട്ടത്തിലും CMRL കാണിക്കാതിരുന്ന 135 കോടി രൂപ മാറിയിരിക്കുന്നത് ഈ സംഭാവന ഇനത്തിലാണ് എന്നതിന്റെ വിവരങ്ങൾ തന്നെയാണ് SFIOയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ ROCയുടെ അന്വേഷണത്തിൽ അതിൽ 109 കോടിയോളം രൂപയുടെ കൃത്യമായ ഒരു ക്രമക്കേട് നടന്നതായി അവർ വിലയിരുത്തിയിരുന്നു, കണ്ടെത്തിയിരുന്നു. അതിനും മുമ്പ് ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും സമാനമായ ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൻ്റെതായി പുറത്തു വന്ന വിവരങ്ങളായിരുന്നു ഈ ഒരു ക്രമക്കേടിന്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ആദ്യ വിവരങ്ങൾ പുറത്തുവിട്ടത്. തുടർന്നാണ് സമഗ്രമായ മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അവിടെയാണ് SFIയുടെ പുതിയ കണ്ടെത്തലുകൾ ഏറ്റവും സുപ്രധാനമായി മാറുകയും ചെയ്യുന്നത്. ശരി ജിജീഷ്, എന്തായാലും SFIOയുടെ റിപ്പോർട്ടിൽ കൃത്യമായി CMRL എന്തൊക്കെ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റും ശേഖരിച്ചിട്ടുണ്ട്. അതിന്മേൽ തുടർ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ നിരീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. കാരണം കണക്കിൽപ്പെടാത്ത ഈ സംഭാവനകൾ എന്തിനാണ് ചിലവഴിച്ചത് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബ് ഒളിവിലായി എന്ന വാർത്തയാണ്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നതായിരുന്നു. ക്രൈംബ്രാഞ്ച് ഷുഹൈബിന്റെ ഫോൺ രേഖകളും ബാങ്ക് ഇടപാടുകളും ഒക്കെ പരിശോധിച്ചു. ചോദ്യപേപ്പർ ചോർത്തിയതിൽ ഷുഹൈബിന് പങ്കെന്നുള്ള സൂചന തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്നതും. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഈ ഷുഹൈബ് ഒളിവിൽ പോയിരിക്കുകയാണ്. ഈ
ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ട് എന്നാണോ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്? ഈ MS സൊല്യൂഷൻസിന് ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ട് എന്ന വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത്. അതിനു കാരണം ഈ 11-ാം തീയതി ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം പുറത്തു വന്നതിന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് MS സൊല്യൂഷനെ പ്രതി ചേർത്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘം FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. അതിനു മുമ്പ് വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയിരുന്നു. അതിനാൽ തന്നെയാണ് MS സൊല്യൂഷന് നേരിട്ട് ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ട് എന്നൊരു വിലയിരുത്തൽ എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ സമയത്തും ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയിൽ യൂട്യൂബ് ചാനലുകൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായാലും അവരെ വെറുതെ വിടില്ല എന്നൊരു നടപടിയും യൂട്യൂബ് ചാനലുകൾ പൂട്ടിക്കുമെന്ന് വന്ന് വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇവരുടെ പേരും മറ്റും ഉയർന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു FIR ഇടുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയോ ക്രൈംബ്രാഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമ്പോൾ ഈ ഷുഹൈബ് ഉൾപ്പെടെയുള്ള MS സൊല്യൂഷൻസിന്റെ CEO ഒളിവിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് MS സൊല്യൂഷൻസിന്റെ ഓഫീസിൽ, കൊടുവള്ളിയിലുള്ള ഓഫീസിൽ പരിശോധന നടത്തുകയും ഹാർഡ് ഡിസ്ക്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, മറ്റു രേഖകളൊക്കെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഫോണിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജുകൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ, ഈ അടുത്ത കാലത്ത് ഡിലീറ്റ് ആക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ പരിശോധന നടത്തിയതിനു പിന്നാലെ ഷുഹൈബിനോട് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഷുഹൈബ് ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ഒളിവിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ആരോപണം വന്ന ഒരാഴ്ചക്കിടയിൽ 3 തവണ MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ ഷുഹൈബ് ലൈവായിട്ട് വന്നിരുന്നു. അതിനിടയിൽ ഒരു പരീക്ഷയുടെ, കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുകയും അത് വലിയ രീതിയിൽ ആരോപണം ആവുകയും ഒക്കെ ചെയ്തിരുന്നു. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളോളം ഈ ഷുഹൈബ് പ്രഡിക്റ്റ് ചെയ്തു എന്ന ആരോപണങ്ങളൊക്കെ ശക്തമായി. അതായത് MS സൊല്യൂഷനെതിരെ ആരോപണം വരികയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരീക്ഷാ ചോദ്യ പേപ്പർ ചോർച്ചാ വിഷയത്തിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഷുഹൈബ് ഓൺലൈനിൽ വന്നത്. അത് അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം 3 തവണയാണ് ഓൺലൈനിൽ വന്നത്. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം FIR രജിസ്റ്റർ ചെയ്യുകയും നോട്ടീസ് നൽകി ആവാൻ പറയുകയും ചെയ്ത സമയത്താണ് ഷുഹൈബ് ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ളത്. ഒളിവിൽ പോയ സമയത്ത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷുഹൈബ് ആക്സസിബിൾ ആയിരുന്ന സമയത്തൊക്കെ മൊഴിയെടുക്കാൻ പോലും ക്രൈംബ്രാഞ്ച് സംഘം ഈ ഷുഹൈബിനെ വിളിപ്പിക്കാതിരുന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ കോഴിക്കോട് DDE, താമരശ്ശേരി DDE മുതലായ ആളുകളൊക്കെ ഷുഹൈബിനെതിരെ നേരത്തെ തന്നെ ഷുഹൈബിനെതിരെ എന്ന് പറഞ്ഞാൽ MS സൊല്യൂഷൻസിനെതിരെ നേരത്തെ തന്നെ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. അതായത് കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നും അതിന് MS സൊല്യൂഷൻസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ 6 മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും നടപടി സ്വീകരിച്ചിട്ടില്ല. വീണ്ടും ആ സ്ഥാപനത്തിനെതിരെ ആരോപണം വരുന്നു. ആ ആരോപണം വന്നതിന് ശേഷവും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തിൽ MS സൊല്യൂഷൻസിന്റെ പ്രതികരണവുമായി വരുന്നു. എന്നിട്ടും 2-3 തവണകളിലൊക്കെ MS സൊല്യൂഷൻസിന്റെ ഉടമയ്ക്ക് തന്നെ അവിടെ നിന്ന് ആ ചാനലിൽ നിന്ന് യൂട്യൂബ് ചാനൽ വഴി ലൈവ് ചെയ്യാൻ ഒരു സഹായം നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം FIR ഇട്ട് ഹാജരാവാൻ പറഞ്ഞ സമയത്താണ് ഷുഹൈബ് ഒളിവിൽ പോയിട്ടുള്ളത്. നേരത്തെ തന്നെ ഷുഹൈബിനോട് മൊഴിയെടുക്കാനുള്ള സാഹചര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ല എന്നുള്ളത് ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്. വിദ്യാഭ്യാസ ABVP, KSU പോലെയുള്ള സംഘടനകളൊക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഈ ഷുഹൈബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കൃത്യമായ തീയതി നമുക്ക് ലഭ്യമായിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കുമോ എന്നൊരു ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ശരി ഗോകുൽ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്ക് കൂടി നോട്ടീസ്. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശയോടെ തിരിച്ചടയ്ക്കണം. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ ക്ഷേമ പെൻഷൻ സ്വീകരിച്ചതിലുള്ള വൻ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 6 പേർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവർ 18% പലിശയോടുകൂടി തുക തിരിച്ചടയ്ക്കണം എന്നാണ് കൂടുതൽ വിവരങ്ങൾ.
രോഹിണി, ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പൊതുഭരണ വകുപ്പിലെ 6 പേർക്ക് ഈ രീതിയിൽ സർക്കാർ നോട്ടീസ് നൽകിയിരുന്നു, അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പൊതുഭരണ വകുപ്പ് സെക്രട്ടറി സർക്കാരിനെ സമീപിച്ചിരുന്നു. കാരണം ഇവർ ക്ഷേമ പെൻഷൻ അധികൃതമായി തട്ടിയെടുത്തു എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കണമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇവരെ പൊതുഭരണ വകുപ്പിൽ നിന്ന് പിരിച്ചുവിടണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഈ കത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനുള്ള ഒരു മറുപടി എന്ന നിലയ്ക്കാണ് സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. കാരണം ഈ 6 പേരെയും പിരിച്ചുവിടുന്നതിന് മുൻപ് തന്നെ നിലവിലുള്ള അനധികൃതമായി ഇവർ കൈപ്പറ്റിയ പണം, അത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 22,000 മുതൽ 86,000 രൂപ വരെയൊക്കെ ഉണ്ട്. ആ പൈസയും തിരിച്ചടയ്ക്കണം. അതിനൊപ്പം 18% പലിശയും ഇവരിൽ നിന്ന് ഈടാക്കണം. ബാക്കി നടപടികൾ ഈ പണം ഈടാക്കിയതിന് ശേഷം മതി എന്നൊരു നിലപാടിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. കാരണം മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ 6 പേരും അവർ പാർട്ട് ടൈം സ്വീപ്പേഴ്സ് ആണ്. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണെങ്കിൽ ഇവർ അനധികൃതമായി കൈപ്പറ്റിയ ഈ തുക തിരിച്ചു പിടിക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തുക തിരിച്ചു പിടിക്കുക, അതിനുശേഷം ഈ പറയുന്ന രീതിയിലുള്ള മറ്റു നടപടികളിലേക്ക് പോകാം എന്നുള്ളൊരു നയവുമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ സമാനമായ നടപടി ഉണ്ടാകുമ്പോൾ ഈ ഒരു നയം തന്നെയായിരിക്കും സർക്കാർ സ്വീകരിക്കാൻ പോകുക. പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, നമ്മൾ ഈ ഘട്ടത്തിൽ വരെ നടപടികൾ കണ്ടത്, പ്രത്യേകിച്ച് കൃഷി വകുപ്പിലാണെങ്കിലും ഇപ്പോൾ പൊതുഭരണ വകുപ്പിലൊക്കെ ആണെങ്കിലും ശരി, നടപടികൾ എടുക്കുന്നതൊക്കെ വളരെ താഴെ തട്ടിലുള്ള ജീവനക്കാർക്കെതിരെ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം സ്വീപ്പർമാർ, ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ താൽക്കാലിക ജീവനക്കാരാണ്, അവർക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ ഈ നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോഴും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു പോകാൻ കഴിയില്ല. ആ ഒരു വീഴ്ച കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, തീർച്ചയായും പ്രജിത്ത്, അത് തന്നെയാണ് അതിലെ യാഥാർത്ഥ്യവും എന്ന് പറയുന്നത്. ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വലിയ ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടലോടെയാണ് നമ്മൾ കാണുന്നത്. കാരണം പാവപ്പെട്ടവരുടെ ഈ സഹായധനത്തിൽ നിന്ന് പോലും കൈയിട്ട് വരുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവൃത്തി. പക്ഷേ ഇപ്പോഴും പൊതുഭരണ വകുപ്പിലെ 6 സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വലിയവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തുടർന്നും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. അപ്പോഴും സംരക്ഷണം. അതെ അതെ അതെ. ശരി, നമുക്കിനി വേഗത്തിൽ നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. DGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാൻ വിജിലൻസ്. 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകും. ബംഗ്ലാദേശിനെതിരെ നിലപാട് കടുപ്പിച്ച ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്ക് കൂടി നോട്ടീസ്. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശയോടെ തിരിച്ചടയ്ക്കണം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണം തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകൾ. അന്വേഷണത്തിൽ പ്രതീക്ഷയെന്ന് കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. VR സജി അടക്കം 4 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നും ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബ് ഒളിവിൽ. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. തങ്കേങ്കി ഘോഷയാത്ര പുറപ്പെട്ടു. കണ്ടു തൊഴുത 100 കണക്കിന് ഭക്തർ. മണ്ഡലപൂജ 26-ന്. വീണ്ടും വാർത്തകളിലേക്ക് എത്തുമ്പോൾ, ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ മരണം 5ആയി. 200 പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 41 പേരുടെ നില അതീവ ഗുരുതരമാണ്. 400 മീറ്ററോളമാണ് ജനക്കൂട്ടത്തിനിടയിലൂടെ കാർ പാഞ്ഞതെന്ന് പോലീസ് പറയുന്നു. തലബ് അൽ അബ്ദുൽ മൊഹ്സീൻ എന്നാണ് കാർ ഓടിച്ച സൗദി പൗരനായ ഡോക്ടറുടെ പേര് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം അപകടത്തിൽ 7 ഭാരതീയർക്കും പരിക്ക്. അപകടത്തെ ഭാരതം അപലപിച്ചിരിക്കുകയാണ്. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, അപകടത്തിന്റെ വ്യാപ്തി വലുതാണ് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
തീർച്ചയായും രോഹിണി, അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന സൂചന തന്നെയാണ് ഈ നിലപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൃത്യമായ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 200 പേർക്ക് പരിക്കേറ്റു. നമുക്കറിയാവുന്നതാണ്, വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്ന ഒരു തെരുവിലേക്കാണ് ഈ വാഹനം പാഞ്ഞു കയറിയത്. 200 പേർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത ഒറ്റ ദൃഷ്ടിയിൽ തന്നെ നമുക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ 41 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് ഔദ്യോഗികമായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് 41 പേരുടെ ശരീരത്തിൽ കാറ് കയറിയിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതീവ ഗുരുതരമായ പരിക്കുകളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 5 പേരുടെ മരണവും സംഭവിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നും അറിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് എല്ലാം തന്നെ വളരെ കൃത്യമായി അറിയിച്ചൊരു വിവരമുണ്ട്. അതായത് ഈ അപകടത്തിൽ പരിക്കേറ്റവരിൽ, ഗുരുതരമായി പരിക്കേറ്റവരല്ല എങ്കിൽ കൂടി പരിക്കേറ്റവരിൽ 7 ഭാരതീയരുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഗൗരവതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഡ്രൈവിംഗ് കൾച്ചർ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ്. അവിടെയൊക്കെ ഇത്തരത്തിലൊരു നിയന്ത്രണമില്ലാത്ത കാർ ഓടിച്ച് കയറ്റുന്നതിനുള്ള ഒരു നീക്കം നടത്തി എന്നുള്ളത് ഏറെ ഗൗരവതരമായി തന്നെയാണ് പോലീസ് കാണുന്നത്. പക്ഷേ ഇയാൾക്ക് ഇപ്പോൾ തലബ് എന്ന് പറയുന്ന ഈ സൗദി പൗരനായ ഡോക്ടർക്ക് കൃത്യമായ ഒരു ഭീകരബന്ധമുള്ളതായി തെളിയുവോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇത് ഏത് രീതിയിലാണ് മയക്കുമരുന്നിൻ്റെ പ്രയോഗം കൊണ്ടാണോ അത്തരത്തിലാണോ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ, ഒരു സ്ഥിരീകരിച്ച വിവരമൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുമില്ല. എങ്കിലും അതിക്രമം നടത്തുക അല്ലെങ്കിൽ ആക്രമിക്കുക, ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ അബദ്ധത്തിൽ പിണഞ്ഞതല്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് കാര്യമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ജർമ്മനിയിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ചില ഔദ്യോഗിക മാധ്യമങ്ങളുടെ വിവരങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നത്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ ശക്തമായൊരു ഒരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ് ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി ഇയാൾ ഉണ്ടാക്കിയത്, ഈ സൗദി പൗരനായ ഡോക്ടർ ഉണ്ടാക്കിയത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് 41 പേരുടെ ഗുരുതരാവസ്ഥയിലുള്ള പരിക്കുകളും അതുപോലെ തന്നെ 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഒരു തരത്തിലും കാർ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപകടമേൽക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിനോ തയ്യാറായില്ല. മാത്രമല്ല മറ്റു സംവിധാനങ്ങൾ, കാറിൻ്റെ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ പോലും പ്രവർത്തിച്ചില്ല എന്ന വിവരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അട്ടിമറി സാധ്യത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിനുള്ള സാധ്യത തന്നെയാണ് വളരെ കൃത്യമായി പുറത്തു വരുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ ഭാരതീയരായവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് ഭാരതത്തിൻ്റെ കോൺസുലേറ്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ചികിത്സയും അതുപോലെ അനുബന്ധമായ സൗകര്യങ്ങളും അവരെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും ഭാരതത്തിൻ്റെ കോൺസുലേറ്റ് നടത്തുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. 41 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ തള്ളിക്കളയാനാവില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. രോഹിണി. അതെ ഐസൻ, അതോടൊപ്പം അപകടത്തിൽ 7 ഭാരതീയർക്ക് പരിക്കുണ്ട് എന്നുള്ളത് ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. പക്ഷേ കൃത്യമായി ഭാരതം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തെ അപലപിച്ചിരിക്കുകയാണ് ഭാരതം. ആക്രമണ സാധ്യത ജർമ്മൻ പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നിരിക്കെ ഈ വ്യക്തിയുടെ, ഈ കാർ ഓടിച്ച സൗദി പൗരന്റെ പശ്ചാത്തലം, ഇവയൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുന്നുണ്ടല്ലോ അല്ലേ? സംശയാസ്പദമായ രീതിയിൽ ഇപ്പോൾ ജർമ്മനിയിലെ പോലീസ് നിരീക്ഷിക്കുന്നത്, ഇതൊരു ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവം കൃത്യമായും ഈ ആക്രമണത്തിനുണ്ട്. കാരണം ഭീകരാക്രമണം, ടെറർ എന്ന് പറയുന്ന ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു ടെറർ സൃഷ്ടിക്കുക എന്ന കൃത്യമായ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ നീക്കത്തിലുണ്ടായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിയന്ത്രണമില്ലാതെ 400 മീറ്ററോളം കാർ ഈ ജനങ്ങൾക്കിടയിലൂടെ ഓടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്. ഈ അപകടത്തിൻ്റെ പാരാമീറ്ററുകളെല്ലാം പരിശോധിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും ഇത് അപകടമല്ല, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ പോലുമല്ല, മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് എന്ന് വളരെ കൃത്യമായി സൂചനകൾ ലഭിക്കുന്ന ഒരു നീക്കമാണ് ഇയാളുടെ ഭാഗത്തു നിന്ന്, ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിവേഗത്തിൽ കാറ് ഈ ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു പോവുകയായിരുന്നു. ഒരു തരത്തിലും നിയന്ത്രിക്കാനാവാത്ത, അതിൻ്റെ സ്വയം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ പോലും സെൽഫ് അലാം പോലും പ്രവർത്തിക്കാത്ത രീതിയിൽ ഈ കാറ് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ വണ്ടി ഓടിക്കുന്ന ആൾ, ജർമ്മനിയിലെ കാറുകൾക്കെല്ലാം തന്നെ വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഈ വണ്ടി ഓടിക്കുന്ന ആൾ മദ്യപിച്ച ഒരവസ്ഥയിലാണെങ്കിൽ ആൾക്കോമീറ്റർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കാറുകളാണ് ജർമ്മനിയിലുള്ളത്. ഈ മദ്യപിച്ച് നിയന്ത്രണം വിട്ടതാണ് എന്ന് പോലും കരുതാവുന്നൊരു സാഹചര്യമില്ല എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയമായി കണക്കാക്കുന്നത്. അത്തരം സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടുമില്ല, ഇയാൾ മദ്യപിച്ചതായി പോലീസ് പറയുന്നുമില്ല. അപ്പോൾ തീർച്ചയായും ഇതൊരു ആക്രമണം തന്നെയാണ് എന്ന, ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലെത്താവുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നു. അതുപോലെ തന്നെ അതിവേഗതയിൽ കാർ ഓടുന്നു, ആ കാർ ജനക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറുന്നു, ഇത്രയും പേരുടെ ശരീരത്തിലൊക്കെ കാർ കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതീവ ഗൗരവതരമായ ഒരു ആഘാതം അതുമൂലം ഉണ്ടാവുകയും ചെയ്യുന്നു. 5 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നു, അതിൽ കുട്ടികളുണ്ടായിരിക്കുന്നു.
ക്രിസ്മസ് ചന്ത എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ ധാരാളം എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ കുട്ടികളെ ഒരു കുട്ടി കൂടി മരിച്ചിരിക്കുന്നു, 9 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു. ഈ ഗുരുതരമായി പരിക്കേറ്റവരിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അത് സംബന്ധിച്ച ചില കർശനമായ പ്രൈവസി നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരുടെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതിലും ഒരുപക്ഷെ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതീവ ഗൗരവതരമായ ഒരു അപകടമായി തന്നെയാണ് ഇതിനെ പോലീസ് കണക്കാക്കുന്നത്. ശരിയായി സർ. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ മരണം 5 ആയിരിക്കുന്നു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 41 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 7 ഭാരതീയർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശങ്കാജനകമായ കാര്യം. എന്തായാലും കൃത്യമായി അപകടത്തെ ഭാരതം അപലപിച്ചിട്ടുമുണ്ട്. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്തിലാണ് ഉള്ളത്. വളരെയധികം ആവേശകരമായിരുന്നു ഇന്നലെ ഹലാ മോദി പരിപാടി. കുവൈത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആവേശപൂർവ്വമാണ് ഭാരതീയ പ്രവാസി സമൂഹം സ്വീകരിച്ചതും. നയതന്ത്രത്തിലൂടെ മാത്രമല്ല ഹൃദയങ്ങളിലൂടെയും ഇരു രാജ്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നതായി ഭാരതീയ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് മോദി പറയുകയുണ്ടായി. ഭാരതീയരെ ഏറെ സ്നേഹിക്കുന്ന ഭരണാധികാരികളാണ് കുവൈത്തിൽ ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഭാസാലം സ്റ്റേഡിയത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത് തിങ്ങി നിറഞ്ഞ സദസ്സിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. നയതന്ത്രത്തിലൂടെ മാത്രമല്ല ഹൃദയങ്ങളിലൂടെയും ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായും ഇന്ത്യക്കാരെ ഏറെ സ്നേഹിക്കുന്ന ഭരണാധികാരികളാണ് കുവൈറ്റിലുള്ളതെന്നും ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ മോദി പറഞ്ഞു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നമസ്കാർ. പുതിയ കുവൈറ്റിന് ആവശ്യമായ വൈദഗ്ധ്യവും സാങ്കേതിക വിദ്യയും മനുഷ്യശക്തിയും ഇന്ത്യയിലുണ്ട്. കുവൈറ്റുമായുള്ള ബന്ധത്തിന്റെ പ്രധാന ഘടകങ്ങളായ വ്യാപാരം, വാണിജ്യ മേഖലയിലെ ബന്ധങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ, ആരോഗ്യം, പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ടെക്സ്റ്റൈൽ മേഖല തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുവാൻ സാഹചര്യങ്ങൾ വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. भारत के अलग अलग राज्यों से आए हैं, लेकिन आप सभी को देखकर ऐसा लग रहा है जैसे मेरे सामने मिनी हिंदुस्तान उमड़ आया है. നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതെന്നും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യക്കാരാണെന്ന മൂല്യം നമ്മൾ കൈവിടാറില്ല. അടുത്ത ജനുവരിയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ പങ്കെടുക്കുവാൻ ഇന്ത്യൻ പ്രവാസികളെ ആഹ്വാനം ചെയ്തു. 43 years, 4 दशक से भी ज्यादा समय, 43 years के बाद भारत का कोई प्रधानमंत्री कुवैत आया है. आपको हिंदुस्तान से यहां आना है तो 4 घंटे लगते हैं. प्रधानमंत्री को 4 दशक लग गए. മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേരാണ് സമ്മേളനത്തിലെത്തിയത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കും പ്രത്യേകം ക്ഷണിച്ചവർക്കുമാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത്. സുജിത് സുരേഷൻ, ജനം, കുവൈറ്റ്. നമ്മൾ വീണ്ടും തങ്കയങ്കി ചാർത്തിയുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയുടെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇപ്പോൾ ചെട്ടിമുക്ക് തിരുവഞ്ചാംകാവ് ദേവീക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. 25-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇപ്പോൾ ചെട്ടിമുക്ക് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നിന്നും സ്വീകരണം വാങ്ങി എപ്പോഴായിരിക്കും വീണ്ടും യാത്ര പുനരാരംഭിക്കുക? ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇപ്പോൾ ചെട്ടിമുക്ക് തിരുവഞ്ചാംകാവ് ദേവീക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാവിലെ 7 മണിക്ക് ശേഷമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. വലിയ ജനാവലി
ഈ ഘോഷയാത്രയെ അനുഗമിച്ചിരുന്നു ആദ്യ സമയത്ത്. അതിന് ശേഷം നമ്മൾ കണ്ടതാണ് റോഡിന് ഇരുവശങ്ങളിലുമായി തിങ്ങി നിറഞ്ഞ ജനങ്ങൾ ഭക്തിയോടുകൂടി ഈ ഘോഷയാത്രയ്ക്ക് സ്വീകരണം അരുളുന്നത് നമ്മൾ കണ്ടതാണ്. പോലീസ് അകമ്പടിയോടുകൂടിയാണ് തങ്കേങ്കി ഘോഷയാത്ര പുരോഗമിക്കുന്നത്. 25-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്ത് എത്തിച്ചേരും ഘോഷയാത്ര. അന്നേ ദിവസം ഉച്ചയോടുകൂടി പമ്പയിലേക്ക് എത്തും. രാവിലെ നിരക്കലിൽ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ വഴിയോരങ്ങളിലെ ജനങ്ങളുടെ സ്വീകരണവും കൂടി. മിഥുൻ, വിവരങ്ങൾ. നെടുമ്പ്രയാൽ ക്ഷേത്രത്തിലേക്കാണ് ഇനി ഘോഷയാത്രയുടെ പ്രയാണം. രാവിലെ 8:30 നെടുമ്പ്രയാൽ ക്ഷേത്രത്തിൽ എത്തുമെന്നായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമപ്രകാരം തീരുമാനിച്ചിരുന്നത്. പക്ഷേ 15 മിനിറ്റ് വൈകിയാണ് ഘോഷയാത്ര പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 8:30 നെടുമ്പ്രയാൽ ക്ഷേത്രത്തിൽ എത്തേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നെടുഞ്ചങ്കാവ് ക്ഷേത്രത്തിലാണ്. ഇനി ഇവിടെ നിന്നുമുള്ള വരവേൽപ്പും സ്വീകരണവും എല്ലാം ഏറ്റുവാങ്ങിയതിനു ശേഷം തിരുവഞ്ചങ്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള വരവേൽപ്പും മറ്റും സ്വീകരണങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം നെടുമ്പ്രയാൽ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തും. നെടുമ്പ്രയാലിൽ 1 മണിക്കൂർ വിശ്രമമുണ്ട്. രാവിലത്തെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിശ്രമം സജ്ജമാക്കിയിരിക്കുന്നത് അവിടെയാണ്. അതിനുശേഷം 9:30 വീണ്ടും ഘോഷയാത്രയുടെ തുടർ പ്രയാണം പുനരാരംഭിക്കും. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഈ വീഥികളിലെല്ലാം ഉണ്ട്. കാത്തു നിൽക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഭക്തജനങ്ങളുടെ ബാഹുല്യം എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടതാണ്. ആ ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ഈ ഘോഷയാത്ര കൂടുതൽ വേഗതയിലേക്ക്, കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി സഞ്ചരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഓരോ ഭക്തജനങ്ങളും റോഡിന്റെ ഇരുവശങ്ങളിലും ഒപ്പം വീടുകളിലും സ്ഥാപനങ്ങളിലും കടകളിലും എല്ലാം കാത്തു നിന്നുകൊണ്ട് ഘോഷയാത്രയെ വണങ്ങുന്നതിന് ഒരു തങ്കേങ്കി ദർശിക്കുന്നതിന് വേണ്ടിയൊക്കെ കാത്തുനിന്ന് മണിക്കൂറുകൾ കാത്തുനിന്ന് ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ വീണ്ടും കാണുന്നത്. നമുക്കറിയാം, തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ 1973 നൽകിയ തങ്കേങ്കി മണ്ഡലപൂജയ്ക്ക് ശബരിമല മുകളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന പതിവ് എല്ലാ വർഷവുമുണ്ട്. മിഥുൻ, തുടരാം. യാത്രപൂർവം റോഡിന് ഇരുവശങ്ങളിലായി ഇപ്പോഴും നമുക്ക് ജനങ്ങളെ കാണാം. അവർ ഒരു നോക്ക് കാണാനും തൊട്ട് തൊഴാനുമായി തിരക്ക് കൂട്ടുന്നതും കുറച്ചു പേർ ഈ ഘോഷയാത്രയ്ക്കൊപ്പം ഓടുന്നതുമൊക്കെ തുടക്കം മുതൽ തന്നെ ദൃശ്യമായിരുന്നു. മിഥുൻ, കേൾക്കാമെങ്കിൽ മിഥുൻ തുടരാം. ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യമാണ് വഴിത്താറുകളിലെല്ലാം ഉള്ളത്. രാവിലെ നമ്മൾ കണ്ടതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഈ ഘോഷയാത്ര പ്രയാണം നടത്തുന്നത്. നിറപറയും നിലവിളക്കുമൊക്കെ ഒരുക്കി ഈ ഘോഷയാത്രയെ വരവേൽക്കുന്നതിന് വേണ്ടി നിലയുറപ്പിക്കുന്ന ഭക്തജനങ്ങൾ, തൊഴുകയോടുകൂടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ, ആ ഭക്തജനങ്ങളുടെ സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ ഘോഷയാത്ര നെടുമ്പ്രം ക്ഷേത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചിട്ടിമുക്കത്ത് തിരുവഞ്ചങ്കാവ് ദേവീക്ഷേത്രത്തിലാണ്. അല്പസമയം ഇവിടെ ഘോഷയാത്ര ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് പറ സൗകര്യം ഒരുക്കുന്നതിനും അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്നതിനും ഒപ്പം തന്നെ പ്രസാദവും മറ്റും വാങ്ങുന്നതിനും ഘോഷയാത്രയെ വണങ്ങുന്നതിനും ഒക്കെയുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിൽ തിരുവഞ്ചങ്കാവ് ദേവീക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി പോകേണ്ടത് നെടുമ്പ്രം ക്ഷേത്രത്തിലാണ്. നെടുമ്പ്രം ക്ഷേത്രത്തിൽ 8:30 ഘോഷയാത്ര എത്തിച്ചേരുമെന്നായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമപ്രകാരം തീരുമാനിച്ചിരുന്നത്. പക്ഷേ 15 മിനിറ്റ് വൈകിയാണ് ഇപ്പോൾ ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭക്തജനങ്ങളുടെ വലിയ ബാഹുല്യമാണുള്ളത്. ഭക്തജനങ്ങളുടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന റോഡുകൾക്കിടയിലൂടെയാണ് ഈ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സമയക്രമം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമപ്രകാരം തന്നെ ഘോഷയാത്ര മുന്നോട്ട് പോകാനുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യം നടത്തുന്നുണ്ട്. 15 മിനിറ്റ് മാത്രമാണ് ഇപ്പോൾ വൈകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെടുമ്പ്രം ക്ഷേത്രമാണ് ഇനി അടുത്ത ലക്ഷ്യം. നെടുമ്പ്രം ക്ഷേത്രത്തിൽ 1 മണിക്കൂർ ദർശനമുണ്ടാകും. ഭക്തജനങ്ങൾക്ക് തങ്കേങ്കി ദർശിക്കുന്നതിന് 1 മണിക്കൂർ സൗകര്യം അവിടെയുണ്ട്. രാവിലത്തെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്, ഭക്ഷണവും മറ്റു കാര്യങ്ങളുമെല്ലാം ഘോഷയാത്രയോട് അനുഗമിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഘോഷയാത്ര
അനുഗമ സംഘത്തിലുള്ള ഭക്തജനങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം ഒരുക്കിയിരിക്കുന്നത് നെടുമ്പ്രം ദേവീക്ഷേത്രത്തിലാണ്. അവിടെ 1 മണിക്കൂർ വിശ്രമം. 9:30 നെടുമ്പ്രം ജംഗ്ഷനിൽ നിന്ന് വീണ്ടും പ്രയാണം ആരംഭിക്കും. എല്ലാ വഴിക്കാരുകളും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ വഴിവീഥികളിലെല്ലാം തിങ്ങി നിറഞ്ഞ ആ ജനസാഗരം തന്നെ ഇപ്പോൾ ഈ ഘോഷയാത്ര കടന്നു പോകുന്ന പ്രയാണം നടത്തുന്ന വീഥികളിലെല്ലാം അതേപടി തന്നെ നിലനിൽക്കുന്നു. ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഭക്തജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ട് വിവിധ ക്ഷേത്രം ഭാരവാഹികളും ഭക്തജന സംഘടനകളും ഈ വഴിക്കാരുകളിലെല്ലാം ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും മറ്റു ചായയും മറ്റു കാര്യങ്ങളും എല്ലാം ആയിട്ട് മണിക്കൂറുകളിലും നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയെത്താം. തങ്കേഗി ഘോഷയാത്ര അതീവ ഭക്തിപൂർണമായ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുകയാണ്. ഇടവേള. കൊച്ചി തമ്മനത്ത് പൊട്ടിയ കുടിവെള്ള പൈപ്പിന്റെ തകരാർ പരിഹരിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. പമ്പിംഗ് പുനരാരംഭിച്ചു. തമ്മനത്ത് നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പൂർവ്വസ്ഥിതിയിലായി കഴിഞ്ഞു ഇപ്പോൾ? രോണി, കുടിവെള്ള പൈപ്പ് പൊട്ടിയുള്ള റോഡ് ഗതാഗത തടസ്സം, ഒപ്പം തന്നെ കുടിവെള്ളം മണിക്കൂറുകളും ദിവസങ്ങളും തന്നെ കുടിവെള്ളം മുടങ്ങുന്നതും എല്ലാം തന്നെ ഈ തമ്മലം മേഖലയിൽ ഒരു പതിവ് കാഴ്ചയാണ്. അതേ സമയത്ത് തന്നെ മറ്റു മേഖലകളിലേക്ക്, ചേരാനെല്ലൂർ അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് ഈ പമ്പിംഗ് സ്റ്റേഷന് ഇതുവഴി തന്നെയാണ് കുടിവെള്ളം എത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഇത്തരത്തിൽ പൈപ്പിന് തകരാറുകൾ വന്നു. അത് തമ്മനം ഭാഗത്തായിരുന്നു. തകരാർ പരിഹരിച്ചു. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ പ്രധാനപ്പെട്ട പൈപ്പ് ലൈൻ തന്നെ തകർന്ന് വെള്ളം പുറത്തേക്ക് കുത്തി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ കൗൺസിലറായ ജോർജ് കുരീക്കോട്, അദ്ദേഹം തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇത് എത്ര മണിക്കായിരുന്നു ഇങ്ങനെ ഒരു? 4:45-5 മണി ആയിരുന്നു പൈപ്പ് പൊട്ടിയത്. അതൊരു സൈഡിലൂടെയാണ് വെള്ളം ഒഴുകി വന്നത്. അപ്പോൾ സമീപ പ്രദേശത്തുള്ള റോഡുകളിലേക്കൊക്കെ വെള്ളം ഒഴുകി, മണ്ണും ഒഴുകി, അതാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഇതിന് ശേഷം ഇതിന് മുമ്പും നടന്നിട്ടുണ്ടല്ലോ. കാരണം ഇന്നലെ ബുധനാഴ്ച നടന്ന ഒരു ഇതുപോലെ തന്നെ കുടിവെള്ള പൈപ്പ് പൊട്ടി ഏറെ നേരം മണിക്കൂറുകൾ തന്നെ ഒരു ഇത്തരത്തിൽ ജലവിതരണം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് തുടർച്ചയാകുന്ന ഒരു രീതിയിലേക്കല്ലേ പോകുന്നത്? അതുപോലെ ബുധനാഴ്ച പൊട്ടിയത് പൈപ്പ് ലൈൻ ജംഗ്ഷനകത്തായിരുന്നു. ജംഗ്ഷനിൽ തന്നെയായിരുന്നു. ആ പൈപ്പ് പൊട്ടിയത് വലിയ പൈപ്പല്ലായിരുന്നു, 6 ഇഞ്ച് പൈപ്പാണ് പൊട്ടിയത്. അത് അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. ഈ പ്രാവശ്യം പൊട്ടിയത് അങ്ങനെയല്ല, വലിയ പൈപ്പാണ് പൊട്ടിയത്. അതുകൊണ്ട് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു എങ്കിൽ തന്നെയും നല്ല ഇടപെടൽ ഈ രംഗത്ത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ, അവരെ MLA, മറ്റുള്ള കൗൺസിലേഴ്സ്, ജോർജ് ആനാട്ട്, അതുപോലെ എല്ലാ ആളുകളെല്ലാവരും വരികയും വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതുപോലെ നമ്മുടെ എഫിഷ്യൻ്റായ കരാറുകാരൻ ജോഷി എന്ന കരാറുകാരൻ ഒരു പരിഹാരം എന്താ? സ്ഥിരം ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അനന്തപുരം ക്ഷേത്രം മുതൽ സംസ്കാര ജംഗ്ഷൻ വരെയുള്ള പൈപ്പ് നമുക്ക് മാറ്റാൻ കഴിയാത്തതിൻ്റെ പുറകിലെ കാര്യം 2 പൈപ്പിൻ്റെ ഇടയ്ക്ക് ഇടേണ്ടതാണ്. 2 പൈപ്പിൻ്റെ ഇടയ്ക്ക് ഇടാൻ നമുക്ക് ഈ പ്രദേശത്ത് കഴിയില്ല. കാരണം 80 സെൻറ്റിമീറ്ററും 1 മീറ്ററും ഒക്കെയാണ് ഇവിടുത്തെ ഗ്യാപ്പുള്ളത്. അപ്പോൾ ഇടാൻ കഴിയില്ല. അപ്പം പരിഹാരം എന്ന നിലയ്ക്ക് 2 ധ്രുവങ്ങളിലേക്കും പൈപ്പ് ഇട്ട് പോകുക എന്നല്ലാതെ വേറെ ഒരു പരിഹാരം ഇതിനകത്തില്ല എന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. അതിൻ്റെ ഫലമായി നമുക്ക് കൂടുതൽ അമൃത് പദ്ധതിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുകയും ആ 2 ധ്രുവങ്ങളിലേക്ക് പൈപ്പിട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു എങ്കിൽ തന്നെയും ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് അത് തടസ്സപ്പെടുകയാണ്. അപ്പോൾ അത് വാട്ടർ അതോറിറ്റിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട്
ആ സാങ്കേതികത എല്ലാം മാറ്റി കൃത്യതയോടുകൂടി ഇനിയൊരു പൈപ്പ് തമ്മനം പ്രദേശത്ത് പൊട്ടാൻ പാടില്ല, കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ള ഇച്ഛാശക്തി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ തമ്മനം ഭാഗത്ത് കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 3 തവണയോളം തന്നെ പല ഭാഗങ്ങളിലായി പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒടുവിൽ ഇത്തരത്തിൽ ഒരു മണിക്കൂറുകളോളം കുടിവെള്ള വിതരണം ചേരാനെല്ലൂരും കൊച്ചി നഗരത്തിന്റെ പ്രധാന പ്രദേശങ്ങളിലേക്കും എല്ലാം തന്നെ വെള്ളമെത്തിക്കുന്ന പ്രധാനപ്പെട്ട പൈപ്പാണ് ആലുവ പമ്പ് ഹൗസിൽ നിന്ന് തമ്മനം പമ്പ് ഹൗസിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് തന്നെ പൊട്ടുമ്പോൾ ഒരു മേഖലയാകെ കടുത്ത കുടിവെള്ള ക്ഷാമത്തിലേക്ക് നീങ്ങുന്നു. മാത്രമല്ല ഗതാഗതക്കുരുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റില അടക്കമുള്ള മേഖലകളിലേക്ക് പാലാരോട്ടം ഭാഗത്തു നിന്ന് എത്തിപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഗതാഗത പ്രശ്നം ഉണ്ട്. ഇപ്പോഴും അവിടെ റോഡ് അടച്ചുകെട്ടിയിരിക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും തന്നെ ഈ ഒരു ഭാഗത്ത് തടഞ്ഞിരിക്കുന്നു. ദേശീയപാതയിലൂടെ അടക്കമാണ് വാഹനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ കടന്നു പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് ഗതാഗതക്കുരുക്ക്, മറുഭാഗത്ത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം എല്ലാം തന്നെ ഉണ്ടാക്കുന്നതാണ് തുടർച്ചയായി പൈപ്പ് പൊട്ടുന്നത്. അവിടെയാണ് അമൃത് പദ്ധതിയിലടക്കം വലിയ ഫണ്ടുകൾ ബാക്കിയുള്ളപ്പോൾ തന്നെയാണ് ഈ പൈപ്പുകൾ മാറ്റുന്നതിനുള്ള ഈ ഒരു കാലതാമസം ഉണ്ടാകുന്നത്. ശരി ജിജേഷ്, കൊച്ചി തമ്മനത്ത് പൊട്ടിയ കുടിവെള്ള പൈപ്പിന്റെ തകരാർ പരിഹരിച്ചു, അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി, പമ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ആവശ്യപ്പെടുന്നത്. ജിജേഷ് കരുണാകരനാണ് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഒരു വാർത്തയോട് കൂടി നമ്മുടെ പുത്തൻപുലരിയും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഇനി ഏതൊക്കെ വാർത്തകൾ വരുമെന്നുള്ള ആകാംക്ഷയിലാണ് ഞങ്ങളും. എന്തായാലും ജനം വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. തൽക്കാലം പുത്തൻപുലരിയിൽ നിന്ന് വിട പറയുന്നു. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്തേ.